അമേരിക്കയും ഇറാനും തമ്മിൽ ദീർഘകാല സമാധാന കരാറിലേക്കുള്ള ആദ്യ പടവുകൾ എടുത്തുവെക്കുമ്പോൾ ഇറാന് ഈ കരാറിലൂടെ ആത്യന്തികമായി എത്രത്തോളം സാമ്പത്തിക നേട്ടമുണ്ടാകും എന്ന ചോദ്യം ഗൾഫ് മേഖലയിലുടനീളം വലിയ ആശങ്കയായി മാറുകയാണ്. ഈ ആഴ്ച മധ്യപൂർവേഷ്യയിലേക്ക് 3 ദിവസത്തെ സന്ദർശനത്തിനായി പുറപ്പെടുന്ന US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയ്ക്ക് ഈ ചോദ്യത്തെ അഭിമുഖീകരിക്കേണ്ടി വരും. ഗൾഫ് രാജ്യങ്ങളുടെ ആശങ്കകൾക്ക് മറുപടി നൽകാൻ റൂബിയോയ്ക്ക് സാധിക്കുമോ? ഇറാന് $300 ബില്യൺ നൽകുന്നത് ആര്? പരിശോധിക്കാം വിശദമായി. ഞാൻ അനശ്വര. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈത്ത്, ബഹ്റൈൻ എന്നിവിടങ്ങളിലെ നേതാക്കളുമായി മാർക്കോ റൂബിയോ കൂടിക്കാഴ്ച നടത്തും. ടെഹ്റാനുമായുള്ള ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ കരാർ തങ്ങളുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാകില്ലെന്ന് വാഷിംഗ്ടണിന്റെ ഏറ്റവും അടുത്ത പങ്കാളികളെ ബോധ്യപ്പെടുത്താനാണ് റൂബിയോയുടെ ശ്രമം. ഇവിടെ ആശങ്ക നയതന്ത്ര നീക്കങ്ങളെക്കുറിച്ചല്ല. അമേരിക്കയും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളെ ഭൂരിഭാഗവും ഗൾഫ് രാജ്യങ്ങളും സ്വാഗതം ചെയ്യുന്നുണ്ട്. അതിനു പകരം ചർച്ചകൾ വിജയിച്ചാൽ ഇറാന് എന്തൊക്കെ ലഭിക്കും എന്നതിനെക്കുറിച്ചും ഇറാന്റെ ദശാബ്ദങ്ങൾ പഴക്കമുള്ള സൈനിക അഭിലാഷങ്ങളെ നേരിടാൻ ഈ കരാർ പര്യാപ്തമാണോ എന്നതിനെക്കുറിച്ചുമാണ് ഇപ്പോഴത്തെ ആശങ്കകൾ. ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്ന വിഷയങ്ങളിലൊന്ന് ഇറാന് ലഭിക്കാൻ സാധ്യതയുള്ള $300 ബില്യൺ മൂല്യമുള്ള പുനർനിർമ്മാണ പാക്കേജാണ്. ഇറാന്റെ പുനർനിർമ്മാണത്തിനും സാമ്പത്തിക വികസനത്തിനുമായി കുറഞ്ഞത് $300 ബില്യൺ എങ്കിലും അടങ്ങുന്ന പരസ്പരം സമ്മതിച്ച ഒരു അന്തിമ പദ്ധതി വികസിപ്പിക്കുന്നതിന് വാഷിംഗ്ടൺ പ്രാദേശിക പങ്കാളികളുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് ധാരണാപത്രത്തിൽ പറയുന്നുണ്ട്. ഈ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള സംവിധാനം 60 ദിവസത്തിനുള്ളിൽ അന്തിമ കരാറിന്റെ ഭാഗമായി പൂർത്തിയാക്കും. ഇത്തരം ഒരു ഫണ്ട് മാസങ്ങൾ നീണ്ട സംഘർഷത്തിന് ശേഷം ഇറാന് തിരിച്ചുവരാൻ സഹായിക്കുമെന്നും അതോടൊപ്പം അവരുടെ സൈനിക ശേഷിയും സ്വാധീനവും ശക്തിപ്പെടുത്തുമെന്നും ഗൾഫ് മേഖലയിലെ ഉദ്യോഗസ്ഥർ ഭയപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഒപ്പുവെച്ച ധാരണാപത്രത്തിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയെക്കുറിച്ച് നേരിട്ട് പരാമർശിക്കാത്തതും പലരെയും ആശങ്കപ്പെടുത്തുന്നതുമുണ്ടായിരുന്നു. അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങളിലാണ് ഈ ആശങ്കകൾക്ക് കൂടുതൽ പ്രാധാന്യമുള്ളത്. സൗദി അറേബ്യ, UAE, കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ എന്നിവയെല്ലാം മധ്യപൂർവേഷ്യയിലെ വാഷിംഗ്ടണിന്റെ സുരക്ഷാ വ്യൂഹത്തിൽ വലിയ പങ്ക് വഹിക്കുന്നവരാണ്. ഇറാനുമായുള്ള യുദ്ധകാലത്ത് ഇവർക്കെല്ലാം ഇറാന്റെ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. റൂബിയോയുടെ സന്ദർശനം തികച്ചും സങ്കീർണമായ ഒരു ഘട്ടത്തിലാണ് നടക്കുന്നത്. മറ്റൊരു യുദ്ധം ഒഴിവാക്കാനുള്ള ശ്രമങ്ങളെ പ്രാദേശിക നേതാക്കൾ പിന്തുണയ്ക്കുമ്പോഴും വാഷിംഗ്ടൺ ടെഹ്റാന് കൃത്യമായി എന്താണ് വാഗ്ദാനം ചെയ്തതെന്നും അതിന് പകരമായി ഇറാൻ എന്താണ് ചെയ്യേണ്ടതെന്നും അറിയാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇറാന്റെ പുനർനിർമ്മാണത്തെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട് എങ്കിലും ഈ ശ്രമത്തിന് ഫണ്ട് നൽകാൻ തങ്ങൾ തയ്യാറാണോ എന്ന് ഗൾഫ് രാജ്യങ്ങൾ ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. പ്രത്യേകിച്ചും യുദ്ധത്തിന് ശേഷം ഈ വിഷയം അതീവ സംവേദനക്ഷമമായി തുടരുകയാണ്. കൂടാതെ US-ൽ നിന്ന് നഷ്ടപരിഹാരം വേണമെന്ന് ടെഹ്റാനും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. സ്വിറ്റ്സർലാൻഡ് ചർച്ചകൾക്ക് തൊട്ടുമുൻപ് ടെഹ്റാന് US-ൽ നിന്ന് 10 സെന്റ് പോലും ലഭിക്കില്ലെന്ന് ട്രംപ് പ്രതിജ്ഞയെടുത്തിരുന്നു. പണത്തിന്റെ വിഷയം ചർച്ചകളിലെ ഏറ്റവും സങ്കീർണമായ ഭാഗമായി മാറിയിരിക്കുകയാണ്. സ്വിറ്റ്സർലാൻഡിൽ നടന്ന ചർച്ചകൾക്ക് ശേഷം സംസാരിച്ച US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഉപരോധങ്ങൾ നീക്കുകയാണെങ്കിൽ മരവിപ്പിച്ച കോടിക്കണക്കിന് ഡോളറിന്റെ ഇറാനിയൻ ആസ്തികൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ഒരു നിർദ്ദേശത്തിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. ഞങ്ങൾ ഇറാന്റെ ആസ്തികൾ എപ്പോഴെങ്കിലും മരവിപ്പിൽ നിന്ന് ഒഴിവാക്കുകയാണെങ്കിൽ ആ പണം ഇറാന്റെ ജനങ്ങളെ സഹായിക്കാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്നും ഭീകരവാദത്തിന് ഫണ്ട് നൽകാൻ അല്ലെന്നും ഉറപ്പാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും വാൻസ് വ്യക്തമാക്കി. ഈ നിർദ്ദേശപ്രകാരം മരവിപ്പിൽ നിന്ന് ഒഴിവാക്കുന്ന ഫണ്ടുകൾ എങ്ങനെ ചെലവഴിക്കുന്നെന്ന് നിരീക്ഷിക്കാൻ വാഷിംഗ്ടണിനും ഖത്തറിനും അധികാരമുണ്ടാകും. ഖത്തറുമായി ചേർന്ന് ജാരഡ് കുഷ്നർ വളരെ രസകരമായ ഒരു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട്. ഏതെങ്കിലും ഇറാനിയൻ ആസ്തികൾ മരവിപ്പിൽ നിന്ന് ഒഴിവാക്കിയാൽ ആ പ്രക്രിയയിൽ ഞങ്ങൾക്കും ഖത്തറിനും അംഗീകാരവും അധികാരവും ഉണ്ടായിരിക്കും. തുടർന്ന് ആ പണം ഇറാനിയൻ ജനതയുടെ പ്രയോജനത്തിനായി അമേരിക്കൻ ചോളവും അമേരിക്കൻ ഗോതമ്പും വാങ്ങാൻ ഉപയോഗിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ക്രമീകരണം ഇറാന് അവരുടെ ചില ഫണ്ടുകൾ ലഭ്യമാക്കാൻ അനുവദിക്കുമെങ്കിലും ചെലവഴിക്കൽ മാനുഷികവും കാർഷികവുമായ ആവശ്യങ്ങളിലേക്ക് മാത്രമായി പരിമിതപ്പെടുത്തും. ഈ നിർദ്ദേശം മുന്നിലുണ്ടെങ്കിലും വിഷയം ഇപ്പോഴും പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിട്ടില്ല. തങ്ങളുടെ ആസ്തികൾ എങ്ങനെ ഉപയോഗിക്കണമെന്നതിൽ തങ്ങൾക്ക് നിയന്ത്രണങ്ങൾ വേണമെന്ന സൂചനയാണ് ഇപ്പോൾ ഇറാൻ നൽകുന്നത്. ഇറാന്റെ സെൻട്രൽ ബാങ്ക് ഗവർണർ പറയുന്നത് അനുസരിച്ച് മരവിപ്പിച്ച ഫണ്ടുകളെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ ആത്യന്തികമായി ഇറാനിയൻ അധികാരികളുടെ മാർഗനിർദ്ദേശ പ്രകാരമായിരിക്കണം. ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന തുക വളരെ വലുതാണ്. വിദേശ അക്കൗണ്ടുകളിൽ മരവിപ്പിച്ച
$6 ബില്യൺ 25 ബില്യൺ ഇടയിലുള്ള തുകയിലാണ് ചർച്ചകൾ ആദ്യം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. എന്നാൽ ഉപരോധം കാരണം ലോകമെമ്പാടും $100 ബില്യൺ 120 ബില്യൺ ഇടയിലുള്ള ആസ്തികൾ ഇറാന്റേതായി പൂട്ടിക്കിടക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. റൂബിയോയുടെ ചർച്ചകൾ പണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ലോകത്തിലെ എണ്ണവാതക വിതരണത്തിന്റെ വലിയൊരു പങ്ക് കടന്നുപോകുന്ന ഇടുങ്ങിയ ജലപാതയായ ഹോർമൂസ് കടലിടുക്കിനെ കുറിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ട്. സംഘർഷ സമയത്ത് ഈ വഴി വലിയൊരു തർക്ക വിഷയമായി മാറിയിരുന്നു. കപ്പൽ ഗതാഗതം ഇപ്പോഴും സാധാരണ നിലയിലായിട്ടില്ല. അനലിറ്റിക്സ് സ്ഥാപനമായ കെപ്ലർ പറയുന്നതനുസരിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് 71 കപ്പലുകളാണ് കടലിടുക്കിലൂടെ കടന്നുപോയത്. സംഘർഷത്തിന് മുൻപ് പ്രതിദിന ഗതാഗതം പലപ്പോഴും 100-നും 131-നും ഇടയിലായിരുന്നു. നിലവിലെ ധാരണാപത്രം 60 ദിവസത്തെ ചർച്ചാ കാലയളവിൽ ട്രാൻസിറ്റ് ഫീസ് ഈടാക്കുന്നതിൽ നിന്ന് ഇറാൻ വിലക്ക് ഏർപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഈ സമയപരിധി അവസാനിപ്പിച്ചതിന് ശേഷം ഇത്തരം ചാർജ് ചെയ്യുന്നത് പരിഗണിക്കാമെന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നുണ്ട്. ഇറാനുമായുള്ള ധാരണാപത്രം ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതവും സ്വതന്ത്രവുമായ ഗതാഗതം ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ, മേഖലയിലെ സമാധാനത്തിന്റെയും അസ്ഥിരതയുടെയും പ്രാധാന്യം എന്നിവ ഉൾപ്പെടെയുള്ള പ്രാദേശിക മുൻഗണനകളെക്കുറിച്ച് റൂബിയോ ചർച്ച ചെയ്യുമെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. ബഹ്റൈനിൽ റൂബിയോ സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ, കുവൈത്ത്, ബഹ്റൈൻ, UAE എന്നിവ ഉൾപ്പെടുന്ന ഗൾഫ് സഹകരണ കൗൺസിൽ നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തിയേക്കും.